നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബെൻഫിക്കയെ തീർത്ത് ചെൽസി ഇതാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. 90 മിനിറ്റ് കഴിയുമ്പോൾ 1-1 സമനിലയാണ്. അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ആംഗേൽ ഡി മരിയ ബെൻഫിക്കയെ ഒപ്പം എത്തിച്ചതാണ്. പക്ഷേ പിന്നീട് എക്സ്ട്രാ ടൈമിൽ ഗോൾ വർഷം തന്നെ നടത്തിക്കളഞ്ഞു ചെൽസിക്കായിട്ട് ഗോളുകൾ നേടിയത് ജെയിംസ് എൻകുങ്കു, പെഡ്രോ നെറ്റോ, അതുപോലെ ഡ്യൂസ്ബറി ഹാൾ എന്നിവരായിരുന്നു. തകർത്തങ്ങ് തരിപ്പണമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. എക്സ്ട്രാ ടൈം അതാണ് സംഭവിച്ചത്. കളിയിൽ ബെൻഫിക്കയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആംഗേൽ ഡി മരിയ, പാവ്ലിഡീസ് എന്നിവരൊക്കെയാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ദിലാപ്പ്, കോൾപാൽമർ, എൻസോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 64-ാമത്തെ മിനിറ്റിലാണ് റീസ് ജെയിംസിലൂടെ ലീഡെടുക്കുന്നത് ചെൽസി. എന്നാൽ മത്സരം ആ ഒറ്റ ഗോളിന് അവർ വിജയിച്ച് കയറുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് പെനാൽറ്റി ബെൻഫിക്കയ്ക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്നത്. ആ പെനാൽറ്റി ആംഗേൽ ഡി മരിയ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഡി മരിയ നേടുന്ന 4ാമത്തെ പെനാൽറ്റി ഗോളാണത്. കളി അങ്ങനെ എക്സ്ട്രാ ടൈമിൽ പൂർണ്ണമായിട്ടും ചെൽസിയുടെ ആധിപത്യം. എൻകുങ്കു 108-ാമത്തെ മിനിറ്റിൽ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു. 114-ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോയുടെ ഗോൾ വന്നു. ഒടുവിൽ 117-ാമത്തെ മിനിറ്റിൽ ഡ്യൂസ്ബറി ഹാളിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 4 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ചെൽസി നേടി. ക്വാർട്ടർ ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമെറാസ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.